ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. ഇത്രയും ലക്ഷങ്ങൾ ഇപ്പൊ നമുക്കറിയാം, കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു കാലത്താണ് തൊഴിൽ സ്ഥാപനം വച്ചുകൂട്ടുന്നൊരു ലക്ഷം ആളുകൾ ഇതിലെ ജോലിയെടുക്കും. 16 ലക്ഷം ആളുകളാണ് തൊഴിൽ. അതായത് തൊഴിലില്ലാത്തവർക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടപ്പ് നടത്തുന്ന സമയത്ത് 16 ലക്ഷം ആളുകൾ ഈ തൊഴിലെടുത്തിരുന്നാൽ തൊഴിലില്ലാതാവുക. അപ്പൊ ഇക്കാര്യത്തില് താല്പര്യമുണ്ടായി. അതിന് പകരം സാധാരണ രീതിയിൽ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാനലുകളുണ്ട്. കേരളം ചെറിയ സ്റ്റേറ്റ് ആണെങ്കിലും ചാനലുകൾ ഒരുപാടുണ്ട്. അപ്പൊ അവർക്ക് ചിലർക്കൊക്കെ അർത്ഥം കിട്ടാതാവുമ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തിനെ കയറി പിടിക്കുന്ന വലിയ ദിവാളൊന്നും ഇല്ലെങ്കിൽ അവര് മറ്റു കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ കുറെ വാർത്തകളും ഒക്കെ വന്ന് പിന്നെ നമുക്ക് ഈ രംഗത്ത് മത്സരം ഉണ്ടല്ലോ. എല്ലാ രംഗത്തും മത്സരമുള്ള കൂട്ടത്തിൽ ഈ മേഖലയിൽ മത്സരമുണ്ട്. അപ്പൊ ഒരു സ്ഥാപനം മറ്റു സ്ഥാപനത്തിനെ ഇടിച്ചു കടത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ മേലെ ഇങ്ങനെ ഒരു എന്താ പറയുക, നാടൻ ഭാഷയിൽ ഇങ്ങനെ പുലികാല് വന്ന് ചാടിയത്. പക്ഷേ അതിന് ഇത്രയും ജീവനക്കാരെ നമുക്ക് വിധി കൊടുക്കണം. അപ്പൊ തന്നെ ഈ സ്ഥാപനത്തിൽ എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നുള്ളതിന്റെ കണക്കുകൾ എടുത്താൽ അറിയാം ഇതിന്റെ ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ജോലി നഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് ഇപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അടച്ചുപൂട്ടുന്നൊരു സാഹചര്യമുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ ദുഷ്പേരുണ്ടായിരുന്നു, ഒന്നും തുടങ്ങാൻ കഴിയില്ല. അതിപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ തുടങ്ങിയതിനെയാണ് ചില മത്സരത്തിന്റെ പേരിൽ, ചില കുപ്രചരണത്തിന്റെ പേരിൽ ഇവിടെ പൂട്ടിയിടും. അതുകൊണ്ട് ഈ വികാരം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇത്രയേറെ ഒരു ജനങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വർഷങ്ങളായി ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്നവർ, നിങ്ങൾ പറയുമ്പോൾ മാസം ഒന്നും കാശ് കിട്ടുന്നില്ല, എന്നിട്ട് പോലും എവിടെ നിന്നൊക്കെ കടം വാങ്ങിയിട്ടാണ് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നത്. കാരണം ഇപ്പോൾ ട്രെയിനിന്റെ കൂലിയാണെങ്കിൽ ബസ് കൂലിയൊക്കെ നല്ല കൂടുതലുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്താണ് ഇല്ലാത്ത കാശ് കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ വന്നു കാണാം. അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇപ്പൊ തന്നെ അയ്യപ്പന്റെ കോപം കിട്ടുന്നുണ്ട്. അതിന് പുറമെ ഇനി പാവപ്പെട്ട ജീവനക്കാരുടെ ശാപം കൂടി ആയാൽ അതിന്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന ഭരിക്കുന്നവരാണ്. ഞാൻ മറ്റ് രാഷ്ട്രീയമൊന്നും പറയുന്നില്ല, രാഷ്ട്രീയം പറയേണ്ട രീതിയല്ല, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, എല്ലാ പാർട്ടിക്കാരും. പക്ഷെ പട്ടിണി വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചാ പട്ടിണി കിടക്കും.